നമസ്കാരം, നേഷൻ ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ജിബ്ലി ഇമേജ് നമ്മുടെ സ്വകാര്യതയെ ബാധിക്കുമോ എന്ന് പരിശോധിക്കാം. എന്തുകൊണ്ടാണ് ചിത്രം തെറ്റായി ലഭിക്കുന്നു? വീഡിയോയിലേക്ക് കടക്കാം. കാരണം ഇതാണ്. വീഡിയോ മുഴുവനായിട്ട് കാണുക. ജിബ്ലി സ്റ്റൈൽ ചിത്രങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തരംഗമാവുകയാണ്. സ്റ്റുഡിയോ ജിബ്ലി എന്ന ജാപ്പനീസ് സിനിമാ സ്റ്റുഡിയോയുടെ ചിത്രീകരണ രീതി ഉപയോഗിച്ച് AI അതായത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉണ്ടാക്കുന്ന ചിത്രങ്ങളാണ് ഇതിന് പിന്നിൽ. ആളുകൾ അവരുടെ ഫോട്ടോകളെ മനോഹരമായ ജിബ്ലി സിനിമകളിലെ രംഗങ്ങൾ പോലെ മാറ്റുന്നു. ഈ ട്രെൻഡ് മിക്ക ആളുകൾക്കും ഇഷ്ടപ്പെട്ടെങ്കിലും AI ഉണ്ടാക്കുന്ന ചില ചിത്രങ്ങളിൽ പ്രതീക്ഷിക്കാത്ത തെറ്റുകൾ കാണുന്നുണ്ട്. ഈ തെറ്റ് സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയും ചെയ്തു. അതേസമയം ഓപ്പൺ AIയുടെ CEO പണം കൊടുത്തു മാത്രം ഉപയോഗിക്കാൻ സാധിച്ചിരുന്ന ഇമേജ് ജനറേഷൻ സൗകര്യം ഇപ്പോൾ എല്ലാവർക്കും സൗജന്യമായി ഉപയോഗിക്കാമെന്ന് അറിയിച്ചു. എന്തുകൊണ്ടാണ് AI ജിബ്ലി ഇമേജ് തെറ്റായി ലഭിക്കുന്നത്? ജിബ്ലി സ്റ്റുഡിയോയുടെ ഇമേജുകൾക്ക് കർശനമായ പകർപ്പവകാശ നിയമങ്ങളുണ്ട്. അതിനാൽ അനുവാദമില്ലാതെ ഈ ചിത്രങ്ങൾ ഉപയോഗിക്കുന്നത് നിയമവിരുദ്ധമാണ്. പലപ്പോഴും ഇത്തരം ചിത്രങ്ങൾ ഉപയോഗിക്കുമ്പോൾ അവ ബ്ലോക്ക് ചെയ്യപ്പെടുകയോ തെറ്റായ രീതിയിൽ കാണിക്കുകയോ ചെയ്യാറുണ്ട്. ചില വെബ്സൈറ്റുകൾ ജിബ്ലി ഇമേജുകൾ നൽകുന്നതിൽ പിഴവുകൾ വരുത്താറുണ്ട്. ചിത്രങ്ങളുടെ ഫോർമാറ്റിലോ ലിങ്കുകളിലോ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ കാരണം ഇമേജുകൾ തെറ്റായി വരാം. സെർച്ച് എഞ്ചിനുകൾ ചിലപ്പോൾ തെറ്റായ ചിത്രങ്ങൾ നൽകാൻ സാധ്യതയുണ്ട്. ചിത്രങ്ങളുടെ ടാഗുകളിലോ വിവരണങ്ങളിലോ ഉണ്ടാകുന്ന തെറ്റുകൾ ഇതിന് കാരണമാകാം. ചില രാജ്യങ്ങളിൽ ജിബ്ലി ഇമേജുകൾക്ക് നിയന്ത്രണങ്ങൾ ഉണ്ടാകാം. ഈ നിയന്ത്രണങ്ങൾ കാരണം ചിത്രങ്ങൾ ലഭ്യമല്ലാതെയാകുകയോ തെറ്റായി കാണിക്കുകയോ ചെയ്യാം. വേഗത കുറഞ്ഞ ഇന്റർനെറ്റ് കണക്ഷൻ ഉള്ള സ്ഥലങ്ങളിൽ ചിത്രങ്ങൾ ശരിയായി ലോഡ് ചെയ്യാൻ സാധിക്കാതെ വരുന്നു. ഇത് തെറ്റായ രീതിയിൽ ചിത്രങ്ങൾ കാണാൻ കാരണമാകുന്നു. AI ടൂളുകൾ ഉപയോഗിച്ച് ജിബ്ലി ശൈലിയിലുള്ള ചിത്രങ്ങൾ ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ അത് യഥാർത്ഥ ജിബ്ലി ചിത്രങ്ങളുമായി സാമ്യമില്ലാത്ത രീതിയിൽ വരാം. AI ടൂളുകളുടെ പരിമിതികളും പരിശീലന ഡാറ്റയിലെ പ്രശ്നങ്ങളുമാണ് ഇതിന് കാരണം. AI ജിബ്ലി ചിത്രങ്ങൾ സ്വകാര്യതയെ ബാധിക്കുമോ എന്ന് നമുക്ക് നോക്കാം. AI ടൂളുകൾ വ്യക്തികളുടെ ഫോട്ടോകൾ ഉപയോഗിച്ച് ജിബ്ലി ശൈലിയിലുള്ള ചിത്രങ്ങൾ നിർമ്മിക്കുന്നു. ഇത്തരം ഫോട്ടോകൾ അനുവാദമില്ലാതെ ഉപയോഗിക്കുന്നത് സ്വകാര്യതയെ ബാധിക്കാം. AI പ്ലാറ്റ്ഫോമുകൾ ഉപഭോക്താക്കളുടെ ഡാറ്റ ശേഖരിക്കുകയും അത് അവരുടെ സ്വകാര്യതയെ ബാധിക്കുകയും ചെയ്യുന്നു. AI ഉപയോഗിച്ച് തെറ്റായ ചിത്രങ്ങൾ നിർമ്മിക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്യുന്നത് വ്യക്തികളുടെ സ്വകാര്യതയെ ദോഷകരമായി ബാധിക്കും. ഡീപ് ഫേക്ക് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് വ്യക്തികളുടെ മുഖം ജിബ്ലി ശൈലിയിലുള്ള ചിത്രങ്ങളിൽ മാറ്റുന്നത് അവരുടെ സ്വകാര്യതയെ ബാധിക്കും. അതുകൊണ്ട് തന്നെ AI ചിത്രങ്ങൾ ഉപയോഗിക്കുമ്പോൾ സ്വകാര്യത സംരക്ഷിക്കുന്ന ടൂളുകൾ മാത്രം ഉപയോഗിക്കുക. ഈ വിഷയത്തിൽ പല ആളുകളും അവരുടെ അഭിപ്രായങ്ങൾ പങ്കുവെക്കുന്നുണ്ട്. AI സാങ്കേതിക വിദ്യ ഇനിയും മെച്ചപ്പെടാനുണ്ട് എന്ന് ചിലർ പറയുന്നു. AI നിർമ്മിക്കുന്ന ചിത്രങ്ങളിലെ തെറ്റുകൾ ഒരു പുതിയ അനുഭവമായി കാണുന്നവരുമുണ്ട്. ചുരുക്കത്തിൽ AI ഉപയോഗിച്ച് ജിബ്ലി സ്റ്റൈൽ ചിത്രങ്ങൾ ഉണ്ടാക്കുന്നത് ഒരു രസകരമായ ട്രെൻഡാണ്. എന്നാൽ AI ചിലപ്പോൾ വിചിത്രമായ തെറ്റുകൾ വരുത്താറുണ്ട്. ഈ തെറ്റുകൾ സോഷ്യൽ മീഡിയയിൽ ചിരിക്ക് കാരണമാവുകയും ചെയ്യുന്നുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. നാഷൻ ന്യൂസ് ലൈവ്, സത്യം, ചരിത്രം, വർത്തമാനം.